എടുത്തിട്ടേക്കുന്ന വണ്ടിയാ. എടുത്ത പ്രൈസിന് തന്നെ നമുക്ക് കൊടുക്കാം. വി വേരിയന്റ് 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ കാണുന്ന ക്രിസ്റ്റ സ്വന്തമാക്കാം. ഒരു ലൈനപ്പിൽ 3 വണ്ടിയാണ്. വില എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടാ തോന്നും പെട്രോൾ വണ്ടിയുടെ വിലയാണോ, വണ്ടിക്ക് വേറെ എന്തെങ്കിലും അപാധ ഉണ്ടോന്നൊന്നും പറയരുത്. വണ്ടി നമുക്കൊരു ഓഫർ റേറ്റില് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ലോ കിലോമീറ്റർ 51,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന 3 മാസത്തെ മെക്കാനിക്കൽ വാറന്റി കൊടുക്കും. നമുക്ക് ലൈനപ്പിൽ തന്നെ ഒരു 6-7 ഓട്ടോമാറ്റിക് ഉണ്ട്. അങ്ങ് മേളിലോട്ട് പോയ ഫോർഡ് എൻഡോവർ വരെ ഓട്ടോമാറ്റിക്. ഡൗൺ പേയ്മെന്റ് ഇത് 0 ഡൗൺ പേയ്മെന്റിലും വേണമെങ്കിൽ കൊടുക്കാം. എഗ്രിമെന്റിനകത്ത് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അക്ഷയുടെ ഫോളോവേഴ്സിലേക്കായിട്ട് നമുക്ക് ഒരു 25,000 രൂപ കുറയ്ക്കാം. വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. അപ്പൊ കുറെ ദിവസമായി നമ്മൾ യൂസ്ഡ് കാർസിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല റേറ്റ് കുറവില് ഓഫർ പ്രൈസിൽ കുറച്ച് വണ്ടികൾ ഉണ്ടെന്നാണ്. അപ്പൊ ബാസിൽ ബ്രോ പറഞ്ഞിട്ടുണ്ട്. ബ്രോ ആണ് അപ്പൊ ഇതിന്റെ ഡീലർ. അപ്പൊ ബ്രോ വെൽക്കം ടു സോളോ വില്ലേജ്. അപ്പൊ റഹ്മാനിയ സൂപ്പർ കാർസ് നിങ്ങൾ കൂടുതലും റീവണ്ടികളാണ് ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് കസ്റ്റമർ കൊടുക്കാം 100%. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ വരുമ്പോൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയില് ചിറ്റുമൂലയില് പ്രധാന റോഡ് സൈഡിൽ തന്നെയാണ് റഹ്മാനിയ സൂപ്പർ കാർസ് എന്ന നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് കാറുകളും, എല്ലാ ബ്രാൻഡ് A to Z, മെർസിഡീസ് തൊട്ട് താഴെ മാരുതി സുസുക്കി വരെയുള്ള ബ്രാൻഡുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഏത് റേറ്റോട്ടാ വണ്ടികൾ സ്റ്റാർട്ട്? നമുക്ക് ഓണത്തിനൊരു ഓഫർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓണം ഓഫർ ആയിട്ട് 99,000 രൂപയ്ക്ക് 2008 മോഡല് വാഗണാർ. 2 വർഷത്തേക്ക് ഇനി പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, സീറ്റോർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു ആവറേജ് കണ്ടീഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇപ്പോൾ ഒരു കസ്റ്റമറിന് വണ്ടിയെ എടുക്കുമ്പോൾ കൊടുക്കുന്നത്? നമ്മൾ എടുക്കുമ്പോൾ A to Z പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യും. രജിസ്ട്രേഷൻ ആയാലും നടപടിക്രമങ്ങളായാലും കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പാളിച്ചകളോ അപാധകൾ എന്തെങ്കിലും ചെയ്തു തരണം, വർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഫുള്ള് കവറപ്പ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കും. അതർ സ്റ്റേറ്റ് വണ്ടിക്കെല്ലാം നമ്മൾ 1 മാസത്തെ മെക്കാനിക്കൽ വാറന്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ ഷോറൂമിലായാലും എവിടെ വേണേലും കൊണ്ടുവന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഇൻസ്പെക്ഷൻ നടത്താം. നമ്മൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി തറോ ചെക്കപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന വണ്ടികളാണ് ഈ ആടി കിടക്കുന്ന എല്ലാ വണ്ടികളും. ഇൻസ്പെക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ യൂസ്ഡ് കാർസ് ആയാലും യൂസ്ഡ് ബൈക്സ് ആയാലും ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ്സ് എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെ പറ്റി അറിയാവുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുചെന്ന് A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം വണ്ടി വാങ്ങുക. റീവണ്ടി എടുക്കുമ്പോൾ ആൾക്കാർ പൊതുവേ പറയുന്നുണ്ട് കിലോമീറ്റർ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിപ്പം റീവണ്ടി എന്നല്ല, കേരള വണ്ടി ആയാലും കിലോമീറ്റർ ടാമ്പറിങ് വേണമെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മളൊരു വലിയൊരു ഇഷ്യൂ കൺസേൺ ആയിട്ട് എടുക്കരുത്. വണ്ടി നമുക്കൊരു കാണുമ്പോൾ അറിയാം ഒരു വണ്ടി എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്. ഒരു വണ്ടി നമ്മൾ യൂസ് കാർ എടുക്കാൻ നേരത്തെ നമുക്ക് എല്ലാം ഒരു ധാരണ ഉണ്ടല്ലോ. അല്ലാതെ ഇപ്പൊ ഒരു 2015 വണ്ടി എടുത്തിട്ട് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, 40,000 ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വണ്ടി പിന്നെ കാര്യമില്ലല്ലോ. 10 കൊല്ലം കഴിഞ്ഞിട്ട് അത്ര ഓടിയെങ്കിൽ ആ വണ്ടിക്കായിരിക്കും 1 ലക്ഷം ഓടിയ വണ്ടിയെക്കാട്ടും കൂടുതൽ ഓടാതെ കിടക്കുക. കുറെ നാൾ കടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബുഷുകളും കാര്യങ്ങളും എല്ലാം ഇത് വരും. ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ ഇഷ്യൂസ് വരും. അപ്പൊ നമ്മൾ ഓഫർ പ്രൈസിൽ ഈ കാണുന്ന വാഗണർ 99,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ അടുത്ത ഓഫറിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത ഓഫറിൽ കേരള വണ്ടി 2011 ഡിസൈർ ഡീസൽ VDI അലോയ്സും കാര്യങ്ങളും ഒക്കെ ആക്സസറീസ് ഒക്കെ ഉണ്ട്. 2031 വരെ പേപ്പർ ആയ പുതിയ റീടെസ്റ്റ് നടത്തിയേക്കുന്നത്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്, എല്ലാ കാര്യങ്ങളും ഇപ്പൊ സസ്പെൻഷൻ വർക്കും കാര്യങ്ങളും, പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കോ, എക്സ്ട്രാ നീറ്റ്. ആകെ 1,31,000 കിലോമീറ്റർ പക്ക ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, അലോയ്സ് എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പ്രൈസ് അപ്പൊ എത്രയാണ്? പ്രൈസ് നമുക്ക് 2,50,000 രൂപയ്ക്ക് ഫിക്സഡ് പ്രൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. അടുത്ത ഓഫർ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്റ്റ കൊടുത്തേക്കാം. ഇന്നോവ ക്രിസ്റ്റ അതർ സ്റ്റേറ്റ് ഇരിക്കുന്ന വണ്ടി 2019 മോഡല് D4 മാനുവൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. 1,91,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. ജെന്യൂൻ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി. ബോഡി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ടയർ ക്വാളിറ്റി ആണെങ്കിലും ഒരു 60% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എത്രയാണ് ചോദ്യം? പ്രൈസ് നമുക്ക് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ 12 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപയാണ് അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പോട്ടെ, അക്ഷയുടെ ഫോളോവേഴ്സിലേക്കായിട്ട് നമുക്ക് ഒരു 25,000 രൂപ കുറയ്ക്കാം. 11.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ ഓഫർ എന്നുള്ള രീതിയിൽ ഈ വണ്ടി കൊടുക്കാം. ഈ ഒരു വണ്ടി കൊടുക്കാം. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. മാർക്കറ്റ് നോക്കിക്കോ ഒരു 13-14 ലക്ഷം രൂപ ലെവലെങ്കിലും കാണും. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ബാക്കി അഡ്വാൻസ് ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ കാണുന്ന ക്രിസ്റ്റ സ്വന്തമാക്കാം. വാറന്റി എങ്ങനെ കൊടുക്കും നമ്മൾ? വാറന്റി നമുക്ക് ക്രിസ്റ്റയ്ക്കൊക്കെ നമുക്ക് ഒരു 3 മാസത്തെ മെക്കാനിക്കൽ വാറന്റി കൊടുക്കും. ആരും കൊടുക്കത്തില്ല. 3 മാസത്തെ മെക്കാനിക്കൽ വാറന്റി നമ്മൾ കൊടുക്കും. എഞ്ചിൻ വാറന്റി നമ്മുടെ എഗ്രിമെന്റിനകത്ത് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സ്വിഫ്റ്റ് ഡീസൽ വേരിയന്റ് ആണ്. ഏതാ വരുന്ന മോഡൽ? 2019 ഡിസംബർ മോഡൽ ഇരിക്കുന്ന ലാസ്റ്റ് ഇരിക്കുന്ന മോഡൽ. അതായത് മാരുതി ഡീസൽ വണ്ടി നിർത്തിയ സമയത്തുള്ള VDI. നമ്മൾ ഇതൊരു ലോക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 കിലോമീറ്റർ കിട്ടും. ഒന്ന് മൈലേജ് വേണമെന്നും പറഞ്ഞ് ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ
ഏകദേശം ഒരു 27 കിലോമീറ്ററോളം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയർ നോക്കിക്കോ, നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. 1,27,000 കിലോമീറ്റർ കമ്പനി സർവീസ്, ജെന്യൂൻ കമ്പനി സർവീസ് ഉള്ള വണ്ടി വിത്ത് ഹിസ്റ്ററി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. ഏതൊരു കസ്റ്റമറേയും കാണിച്ചും കൊടുക്കും. ടയർ 4 പുതിയ പുത്തൻ ടയർ വണ്ടിയിൽ വന്നിട്ടുള്ളത്. പുതിയ ബാറ്ററി. ഇനി വില എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടാ തോന്നും പെട്രോൾ വണ്ടിയുടെ വിലയാണോ, വണ്ടിക്ക് വേറെ എന്തെങ്കിലും അപാധ ഉണ്ടോന്നൊന്നും പറയരുത്. വണ്ടി നമുക്കൊരു ഓഫർ റേറ്റില് 5 ലക്ഷം രൂപയ്ക്ക് NOC നമ്മൾ കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കും. സ്വിഫ്റ്റ് LXi പെട്രോൾ വേരിയന്റിന് 2019 മാർക്കറ്റ് പ്രൈസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. 5 ലക്ഷം രൂപ. വണ്ടി വന്ന് നോക്കി NOC കരുനാപ്പള്ളിക്ക് NOC ഓൾറെഡി എടുത്തിട്ടേക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് നാളെ വേണേലും KL ആക്കി രജിസ്റ്റർ ചെയ്യാം നമുക്ക്. ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50,000 അടച്ചാൽ 50,000 വേണ്ട, സ്വിഫ്റ്റിന് 25,000 രൂപ മതി. 25,000 അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റിയ സ്വിഫ്റ്റ് ആണ്. VDI ആണ് വേരിയന്റ് വരുന്നത്. ബെലേനോ ഡീസൽ വേരിയന്റ്, സിഗ്മ എന്നുള്ള വേരിയന്റ്, സിഗ്മയാണ് വേരിയന്റ്. ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനൽ ആണ്. നോ റീപ്ലേസ്മെന്റ്, നോ ആക്സിഡന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പം ചക്കോളി ആർട്ടിയിലേക്ക് NOC എടുത്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിൽ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് എടുക്കുന്നവർ ചെയ്യണോ അതോ നമ്മൾ ഇവിടുന്ന് നമുക്കൊരു 3D മാറ്റ് ഇട്ട് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മൈലേജ് നമുക്ക് സ്വിഫ്റ്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആണ് 25+ ഷുവറാ. എങ്ങനെയാ വില വരുന്നത്? വില വരുമ്പോഴത്തേക്ക് ഈ വണ്ടി നമുക്ക് 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ഡൗൺ പേയ്മെന്റ് ഒരു 50,000. അതും വേണമെങ്കിൽ 25,000 ഡൗൺ പേയ്മെന്റ് ഉള്ളവർക്ക് നമുക്ക് കൊടുക്കാം. സിയാസ് വരുന്നുണ്ട്. ഒരു ലൈനപ്പിൽ 3 വണ്ടിയാണ്. ഇതേതാ വരുന്ന മോഡൽ? ഇത് വരുമ്പോഴത്തേക്ക് 2021 മോഡല്, 22 രജിസ്ട്രേഷൻ, 22 രജിസ്ട്രേഷൻ. സിയാസ് ആൽഫ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ആണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഇന്റീരിയറിലേക്ക് നോക്കുന്ന ടൈമിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് കീ ആണ് വണ്ടിയിൽ വരുന്നത്. ടോപ്പ് വേരിയന്റ് സിയാസ്. ഓൺഷിപ്പ് വരുന്നത് എത്ര? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? വണ്ടി വരുമ്പോഴത്തേക്ക് 85,000 കിലോമീറ്റർ. നമുക്കൊരു ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സിയാസ് എടുക്കാം. 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ ഈ കാണുന്ന സിയാസ് ഇറക്കാം. മൈലേജ് നമുക്ക് സിയാസ് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷന് വരുന്നത്. ഹൈബ്രിഡ് ബാറ്ററി പാക്കോടെ വരുന്ന ഒരു വണ്ടിയാണ്. 20 ഓട്ടോമാറ്റിക് വണ്ടിക്ക് കിട്ടും. മാനുവൽ ആണെങ്കിൽ 24 വരെ മൈലേജും കിട്ടും. 2022 മോഡല്, ഓഗസ്റ്റ് രജിസ്ട്രേഷൻ ഇരിക്കുന്ന വണ്ടി. അലോയ് വീല് വരുന്ന മോഡലാണ്. വേരിയന്റ് വേരിയന്റ് സിഗ്മ എന്നുള്ള വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 83,000. 83,000 കിലോമീറ്റർ. ഹൈ ക്വാളിറ്റി വണ്ടി, ഒരു ആക്സിഡന്റ് പോലും ഇല്ലാത്ത നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി. വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റി നോക്കിക്കോ, വലിയ ഡെന്റുകൾ സ്ക്രാച്ചുകളോ ഒന്നും വണ്ടിയിൽ വലുതായിട്ടില്ല. ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിലാണെങ്കിൽ സീറ്റ് ഓവർ നമ്മളിത് ചേഞ്ച് ചെയ്ത് കൊടുക്കും. സീറ്റിന് അവിടെ ചെറിയൊരു ഇതുണ്ട്, അത് നമുക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാം. ഓക്കെ. 4 ഡോർ പവറിന്റെ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. പ്രൈസ് ചോദിക്കുന്നത് എത്രയാണ്? പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു 5,25,000 രൂപയ്ക്ക് NOC എടുത്ത് എവിടത്തേക്ക് വേണേലും NOC നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ, ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത സിയാസ് ഏതാണ്? അടുത്ത സിയാസും സെയിം മോഡൽ തന്നെ, മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടിയുടെ പോലെ തന്നെ ആൽഫ തന്നെ, ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് വണ്ടി, ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് ഒക്കെ വരുന്ന A to Z ഫുൾ സ്റ്റോക്ക് വണ്ടി. ഇതിനകത്തൊന്നും ആഡ് ഓൺ ചെയ്യാൻ പോലും ഇല്ല. അലോയ്സും കാര്യങ്ങളും ടയറും എല്ലാം കണ്ടീഷനിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യാം. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് വണ്ടി വരുന്നത്. നീറ്റായിട്ട് തന്നെയുള്ള ഒരു ഇന്റീരിയർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. അതായത് ആൽഫ ഏറ്റവും A to Z എല്ലാം ഉണ്ട്. എത്ര കിലോമീറ്റർ ആണ് ഓടിയത്? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 88,000 കിലോമീറ്റർ, 88,000 കിലോമീറ്റർ. ഡൗൺ പേയ്മെന്റ് ഇത് നമുക്ക് 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം. വില എങ്ങനെ വരുന്നത്? വില വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ 5,75,000 രൂപയ്ക്ക് കൊടുക്കാം. ആ വണ്ടിക്കും അതേ റേറ്റ് തന്നെ. മാരുതി വണ്ടിയൊക്കെ നമ്മൾ കാണിച്ചു. ഇനി അടുത്ത ഒരു ടാറ്റ സിസ്റ്റ് കിടപ്പുണ്ടല്ലോ, വരുന്നുണ്ട്. ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ഇരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഡീസൽ എഞ്ചിനുകൾ ഒന്ന്, മൈലേജ് ഓറിയന്റഡ് ഓട്ടോമാറ്റിക് വണ്ടി, ടാറ്റയുടെ സെസ്റ്റ് ആണ്. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടി. എത്ര കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ലോ കിലോമീറ്റർ 51,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന XTA എന്ന് പറയുന്ന ടാറ്റയുടെ ടോപ്പ് ആൻഡ് സ്പെക്ക്. നമുക്ക് ജെനുവിനിറ്റി കിലോമീറ്റർ വിത്ത് സർവീസ് പ്രൂഫ്, സർവീസ് റെക്കോർഡ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത്. വണ്ടി ഒന്ന് കാണിച്ചോ, നോക്കി സ്റ്റിക്കേഴ്സ് പോലെ അവിടെ നിന്ന് ഇളക്കിയിട്ടില്ല. അത്രയും ഇത് ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, 2019 ഡിസംബർ മോഡൽ. എങ്ങനെയാ വില വരുന്നത്? വില ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും ഒരു ചെറിയൊരു വണ്ടി എടുക്കുന്ന ഒരു 2015 മുകളിൽ അല്ലെങ്കിൽ 14 മുകളിൽ സ്വിഫ്റ്റിന്റെ പൈസ 3.5 ലക്ഷം രൂപ.
3.5 ലക്ഷം രൂപയ്ക്ക് കേരള ആക്കി കൊടുക്കും. ഇവിടെ സെക്കൻഡ് ഓണർ ആക്കി നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് വരും. ഓക്കെ, ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഇത് 0 ഡൗൺ പേയ്മെന്റിലും വേണമെങ്കിൽ കൊടുക്കാം. കാര്യം എന്താണ്, 12 ലക്ഷം രൂപ വിലയുള്ള വരുന്ന വണ്ടിയായിരുന്നു. നമ്മൾ ഈ 0 ഡൗൺ പേയ്മെന്റ് പറയുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും 0 ഡൗൺ പേയ്മെന്റിൽ മാക്സിമം വണ്ടി എടുക്കാതിരിക്കുക. ഇപ്പൊ 3 ലക്ഷം രൂപയുടെ ആണെങ്കിൽ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മൾ പറയും. വെറുതെ നമ്മൾ 0 ഡൗൺ പേയ്മെന്റ് ചെയ്ത് എന്തിനാ അവർക്ക് പലിശ കൂട്ടി കൊടുക്കുന്നത്? കയ്യിൽ എന്താണ് മാക്സിമം നമ്മൾ ലോണ് ഒഴിവാക്കി എടുക്കാൻ തന്നെ നമ്മൾ നിൽക്കുന്നവർ. കാര്യം പറഞ്ഞാല് അത്ര ഇതാ കസ്റ്റമേഴ്സ് ആരായാലും പൈസ വെറുതെ ഇൻട്രസ്റ്റ് കളയരുത്. അതെ. അടുത്ത ബ്രസയുണ്ട്. ഏതാ വരുന്ന മോഡൽ? 2019 മോഡല് VDI ഓട്ടോമാറ്റിക് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്. അലോയ് വീൽ ചെയ്തിട്ടുള്ളതാണ്. അലോയ് വീൽ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഏതാ വേരിയന്റ് വരുന്നത്? VDI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് വരുന്നപ്പം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇപ്പം കരുനാഗപ്പള്ളിക്ക് NOC എടുത്തിട്ടുണ്ട് വണ്ടിക്ക്. കൂടുതലും ഇപ്പൊ നിലവിൽ ഇവിടെ ഓട്ടോമാറ്റിക് വണ്ടികളാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റി ട്രാഫിക്കിലും കാര്യങ്ങൾ ആളുകളെല്ലാം മാനുവൽ ചവിട്ടി സത്യം പറഞ്ഞാൽ കൊഴിഞ്ഞു. നല്ല എൻക്വയറി ഉണ്ട് ഓട്ടോമാറ്റിക്. അതുകൊണ്ട് കൂടുതൽ ഓട്ടോമാറ്റിക് കൂടുതലും വണ്ടി നമുക്ക് ലൈനപ്പിൽ തന്നെ ഒരു 6-7 ഓട്ടോമാറ്റിക് ഉണ്ട്. അങ്ങ് മേളിലോട്ട് പോയാൽ ഫോർഡ് എൻഡവർ വരെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അവൈലബിൾ ഉണ്ട്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 99,000 കിലോമീറ്റർ. പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കിക്കോ, പൊട്ടിക്കുമെങ്കിൽ 5,70,75,000 രൂപയ്ക്ക് NOC നമ്മൾ കൊടുക്കും. വിത്ത് NOC. ഡൗൺ പേയ്മെന്റ് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ക്യാമറി, ടൊയോട്ട ക്യാമറി. ഏതാ വരുന്ന മോഡൽ? ഗൾഫുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയാണ്. 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും വണ്ടി ചലിക്കത്തില്ലെന്നാ പറയുന്നത്. അത്രയും ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏതാ വരുന്ന മോഡൽ ഇത്? 2010 വണ്ടി. എങ്ങനെ ഓണർഷിപ്പ്? ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ 3rd ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാ. ഇന്റീരിയർ ഒക്കെ ഒരു 1.5 ലക്ഷം രൂപയുടെ അക്സസറീസ് ഒക്കെ ആഡ് ചെയ്തേക്കുന്നേ. ആംബിയൻ ലൈറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്ത് ഇന്റീരിയർ ഒക്കെ നോക്കിക്കോ. കിലോമീറ്റർ 2.25 ലക്ഷം കിലോമീറ്റർ. പെട്രോൾ വണ്ടിയാണ്. ക്യാമറയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഓട്ടോവേ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. 10 ലക്ഷം മൈൽസ് വേണേലും പുഷ്പരാട്ട് ഓടുന്ന വണ്ടികളാണ്. അതുകൊണ്ട് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റൊക്കെ കണ്ടോ എല്ലാം സെറ്റ് ചെയ്തൊരു പക്ക ഒരു ആഡംബര ലെവലിൽ കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് ഇരിക്കുന്ന ക്യാമറയാണ്. വില പൊട്ടിച്ചോ? 5 കൊല്ലത്തെ പേപ്പറാ. 5 വർഷം പേപ്പർ പോട്ടെ, തീർത്ത് കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് തീർത്ത് കൊടുക്കാം. 4 ലക്ഷം രൂപയാണ് അപ്പൊ ഈ കാണുന്ന ക്യാമറയ്ക്ക് ഇവിടെ വില ചോദിക്കുന്നത്. അടുത്ത നിസാന്റെ കിക്സ് ആണ്. ഈ വണ്ടിയും നമ്മൾ പറഞ്ഞ പോലെ കാണാൻ അങ്ങനെ ഷോറൂമുകളിൽ അധികം കാണാറില്ല. ഏതാ വരുന്ന മോഡൽ? കാര്യം ലോഞ്ച് ചെയ്ത സമയത്ത് പ്രൈസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അത്ര ഓവർ പ്രൈസ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഡൗട്ട് ഒന്നും വേണ്ട. 2019 വണ്ടി, 67,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. അലോയ് വീല് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ഇന്റീരിയറിൽ സീറ്റ് ഓവർ വണ്ടിയിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിലേക്കാണ്. 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എങ്ങനെയാ വില വരുന്നത്? 4 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപ ഫിക്സഡ് പ്രൈസ്. റൂൾ വണ്ടിയാണ് വിത്ത് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. A to Z 2019 ലാസ്റ്റ് മോഡൽ. അടുത്ത ഇന്നോവ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്നോവയും ക്രിസ്റ്റയൊക്കെ നിങ്ങളുടെ ബാക്കപ്പിൽ ഉണ്ടെന്നാ പറഞ്ഞത്. ഉണ്ട്. ഏത് മോഡലുള്ള വണ്ടി ക്രിസ്റ്റൽ ഇപ്പൊ ഇന്നോവ തീർന്നുകൊണ്ടിരിക്കുക. ഇന്നോവ ക്രിസ്റ്റൽ ഏത് വേരിയന്റ് നമുക്കിപ്പം കൊടുക്കാം. ഇത് വേണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡഡ് ആയിട്ടുള്ളത്. എത്ര കൊല്ലം വേണമെങ്കിലും അടുത്ത ജനറേഷനിലേക്ക് വേണമെങ്കിൽ കൈമാറാൻ പറ്റുന്നൊക്കെ പറയുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഒക്കെ വരുന്നത്. ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് 4th ഓണർഷിപ്പില് ഇവിടെ കേരള ആയ വണ്ടിയാണ്. നമ്മളൊരു എക്സ്ചേഞ്ചിൽ എടുത്തിട്ടേക്കുന്ന വണ്ടിയാ. എടുത്ത പ്രൈസിന് തന്നെ നമുക്ക് കൊടുക്കാം. വി വേരിയന്റ്, വി ഓപ്ഷൻ. G4 അല്ല. വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വില അറിയണം. സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ചെറിയ സ്ക്രാച്ച് ഈ ഒരു സൈഡിൽ സീറ്റ് ഓവർ ആയിട്ടുണ്ട്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ വരുമ്പോൾ 1,79,000. 1,79,000 ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇന്നോവയുടെ കേസിൽ നമ്മൾ കിലോമീറ്റർ ചോദിക്കേണ്ട കാര്യം ശരിക്കും ഇല്ല. എത്ര കിലോമീറ്റർ വേണേലും ഓടിക്കോളും. വി ഓപ്ഷനാണ് നമ്മുടെ മാർക്കറ്റ് കൂടുതലും G4 വണ്ടിയാണ് ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ള. GB എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ഇരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളും കമ്പനി സെറ്റും കാര്യങ്ങളും എല്ലാം. പല ആളുകൾക്കും ക്രിസ്റ്റയെക്കാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് ഇന്നോവയില. ഇനി വില വരുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ആൻഡ് എൻഡ് എന്നുള്ള റേറ്റ് വെച്ച് നമുക്ക് കൊടുക്കാം 5,90,000 രൂപ. 5,90,000 രൂപ. അപ്പൊ ഈ ഒരു ഇന്നോവയുടെ പ്രൈസ് നിങ്ങൾ കേട്ടല്ലോ. ഇത് മാത്രമല്ല, ഇനി അടുത്ത ഓഫർ പ്രൈസിൽ വേറെയും കുറെ വണ്ടികൾ പ്രൈസ് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നിലവിലുള്ള കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളൂ. എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.